Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, മൂവാറ്റുപുഴ. നമ്മൾ മാർച്ച് 2023 കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 2-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് 18ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ മെറിറ്റ്സ് ഓഫ് അമാൽഗമേഷൻ. അത് നിങ്ങളുടെ പല ടെക്സ്റ്റുകളിലും പല രീതിക്കായിരിക്കും അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ, ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതാവുന്നതാണ്. ഈ എക്സാക്ട് പോയിന്റ് തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ടെക്സ്റ്റിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതൊക്കെ നമുക്ക് അമാൽഗമേഷൻ്റേതായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ എലിമിനേഷൻ ഓഫ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്, പ്രൈസ് മെയിൻ്റനൻസ് ബൈ റെഗുലേറ്റിംഗ് ഔട്ട്പുട്ട് വരുന്നുണ്ട്, സെക്യൂറിംഗ് ലാർജർ ഷെയർ ഓഫ് ദി മാർക്കറ്റിൻ്റെ ഒരു വലിയ ഷെയർ നമുക്ക് കിട്ടുന്നു, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, എല്ലാവരിലേക്കും ഇക്വിറ്റബിളായിട്ട് കൊടുക്കാൻ പറ്റുന്നു, ഗുഡ് വില്ല് കൂട്ടുന്നു, ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കുന്നു, കോസ്റ്റ് കുറയ്ക്കുന്നു, റാഷണലൈസേഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിൻ്റെ പുറമേ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പക്ഷേ സിനർജി ഉണ്ടാവും, ആക്സിലറേറ്റഡ് ഗ്രോത്ത് ഉണ്ടാവും, എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള പോയിൻറ്റ്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് വെൻ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആൻഡ് അമാൽഗമേഷൻ നേച്ചർ ഇൻ ദ മെർജർ ആർ സ്യൂട്ടബിൾ. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ എലാബറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഞാൻ തന്നെ ഓൾറെഡി ഒരു വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. ഒരു 5 കണ്ടീഷൻസ് ഉണ്ട്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആവണമെങ്കിൽ എല്ലാ അസറ്റും എല്ലാ ലയബിലിറ്റിയും ട്രാൻസ്ഫർ കമ്പനിയുടെ ആയി മാറണം. 90% ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും ട്രാൻസ്ഫർ ഈ കമ്പനിയുടേതായിട്ട് മാറണം. കൺസിഡറേഷൻ, പർച്ചേസ് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ഈ കമ്പനി ട്രാൻസ്ഫറർ കമ്പനിക്ക് കൊടുക്കുമ്പോൾ അത് ഫുള്ളും ഷെയർ ആയിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യണം. എന്ത് ബിസിനസ്സാണോ ട്രാൻസ്ഫറർ കമ്പനി ചെയ്തുകൊണ്ടിരുന്നത് അതേ ബിസിനസ് തന്നെ ട്രാൻസ്ഫർ ഈ കമ്പനിയും ചെയ്യണം. അസറ്റും ലയബിലിറ്റീസും പുതിയ കമ്പനിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ വാല്യൂവിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്താനായിട്ട് പാടില്ല. എങ്ങനെയാണോ ട്രാൻസ്ഫറുടെ ബുക്സിലുള്ളത് അതേ വാല്യൂവിൽ തന്നെ ട്രാൻസ്ഫറുടെ ബുക്കിലേക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അപ്പം ഈ 5 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്താൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണ്. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ അത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ്. അപ്പോൾ ആ രീതിക്ക് ആ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ടോ ടൈപ്സ് എന്ന് പറഞ്ഞുകൊണ്ടോ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 4 മെത്തേഡ്സാണ് ഉള്ളത്. ലംസം മെത്തേഡ്, പർച്ചേസ് കൺസിഡറേഷൻ ഡയറക്റ്റ്ലി നമ്മുടെ എഗ്രിമെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ലംസം മെത്തേഡ്. നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റ് ടേക്കൺ ഓവർ ഇൻക്ലൂഡിംഗ് ഗുഡ് വില്ലിൽ നിന്ന് ഏതൊക്കെ ലയബിലിറ്റീസ് ആണോ ടേക്കൺ ചെയ്തേക്കുന്നത് അത് കുറച്ചാൽ മതി. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണോ ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൺസിഡറേഷനായിട്ട് കൊടുക്കുന്നത് അതെല്ലാം കൂടി അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. അത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ, മറ്റുള്ള പേയ്മെൻറ്റ്സ് ഒന്നും എടുക്കാനായിട്ട് പാടില്ല. ദെൻ ഇൻട്രിൻസിക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദി ഷെയർ. ഓക്കെ. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത ലിക്വിഡേഷൻ്റെ ചാപ്റ്ററിൽ നിന്നൊക്കെ എസ് എ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിരുന്നു. അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് എടുത്ത് മാറ്റി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് വൈ ലിമിറ്റഡ് നമുക്ക് തന്നിട്ടുണ്ട്. ലയബിലിറ്റീസ് ആയാലും ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ഡിബഞ്ചർ ഉണ്ട്, ക്രെഡിറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിന് സംഭവിച്ചേക്കുന്ന ഒരു പ്രശ്നം ക്വസ്റ്റ്യൻ പേപ്പറിൽ അലൈൻമെൻറ്റ് കംപ്ലയിൻ്റ് ആണ്. അലൈൻമെൻറ്റ് പ്രശ്നമുണ്ട്. ഈ 3 ലക്ഷം ക്രെഡിറ്റർ ആണ്, 1 ലക്ഷം ഡിബഞ്ചർ ആണ്, 2 ലക്ഷം പ്രിഫറൻസ് ഷെയർ ആണ്, ഇക്വിറ്റി ഷെയർ ആണ് 5 ലക്ഷം. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ സംഭവിക്കാറുണ്ട്. എന്ന് കരുതി മാർക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് തരത്തില്ല. നിങ്ങൾ ആ ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് അത് ഏതിൻ്റെ ആണെന്ന് തപ്പിയെടുത്ത് ചെയ്തോണം. അസറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 3 ലക്ഷം ഉണ്ട്, പ്ലാന്റ് 4 ലക്ഷം ഉണ്ട്, കറണ്ട് അസറ്റിൽ സ്റ്റോക്കാണ് 2 ലക്ഷം, ഡെപ്റ്റ് 1,60,000, ക്യാഷ് 40,000. The company went into voluntary liquidation on the date of the balance sheet. The liquidator realized the asset as follows. ലാൻഡ് വിറ്റ് നമുക്ക് പൈസ കിട്ടി, പ്ലാന്റ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റർ ഉണ്ട്. സൺട്രി ക്രെഡിറ്ററിൽ ഒരു 40,000 രൂപ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 ലക്ഷത്തിൽ 40,000 പ്രിഫറൻഷ്യലാണ്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ ബാക്കി 2,60,000 രൂപയാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റർ. അതൊന്ന് ഓർത്തിരുന്നോണം. ലിക്വിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് സെപ്റ്റംബർ 2017 ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് ഡ്യൂ ഫ്രം 1 ജാനുവരി തൊട്ട് ഡ്യൂ ആണ്. ലീഗൽ എക്സ്പെൻസ് 3,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Liquidator is entitled to a remuneration of 2% on the amount realized and 3% on the amount paid to unsecured creditor എന്നും പറഞ്ഞിട്ടുണ്ട്. ലിക്വിഡേഷൻ എക്സ്പെൻസ് 2,000 രൂപയാണ്. പ്രിപ്പയർ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാം. ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിന് ഒരു റെസിപ്റ്റ് സൈഡ് ഒരു പേയ്മെൻറ്റ് സൈഡും ഉണ്ട്. റെസിപ്റ്റിൽ നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്തതാണ് ആദ്യം കാണിക്കാറ്. അപ്പം നോർമലി നമ്മുടെ പ്രോബ്ലം തെറ്റാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ഏറ്റവും ആദ്യം ആ ക്യാഷ് അങ്ങോട്ടൊന്ന് കാണിച്ചേക്കുക.
ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റ് തന്നേക്കുന്ന ക്യാഷ് അങ്ങനെ തന്നെ എഴുതുന്നു. അത് സെപ്പറേറ്റ് ആയിട്ട് ആദ്യം അങ്ങ് എഴുതുവാണെങ്കിൽ ബാക്കിയുള്ളത് ആസറ്റ് എന്നും പറഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ റെമ്യൂണറേഷനൊക്കെ കണ്ടുപിടിക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ക്യാഷ് അങ്ങ് 40,000 രൂപ ആദ്യം എഴുതുക. പിന്നീട് ബാക്കി അസറ്റ് വിറ്റ് കിട്ടിയേക്കുന്ന ഡെപ്റ്റർ 1,20,000, ഇതൊക്കെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നേക്കുന്ന ഫിഗറുകളാണ്. മുകളിൽ തന്നേക്കുന്ന അല്ല എടുക്കേണ്ടത്, വിറ്റ് കിട്ടിയേക്കുന്ന എമൗണ്ടുകൾ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഡെപ്റ്റർ 1,20,000, സ്റ്റോക്ക് 90,000, പ്ലാന്റ് 2,60,000, ലാൻഡ് 4,10,000. അങ്ങനെ നമ്മുടെ കയ്യിൽ മൊത്തം 9,20,000 രൂപയുണ്ട്. ഈ പൈസ എവിടെ തീരുന്നോ അവിടെ നമ്മുടെ പ്രോബ്ലം അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി പേയ്മെൻറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ 5,000 രൂപ നമുക്കൊരു ലിക്വിഡേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലീഗൽ ചാർജസ് ഒരു 3,000-ഉം ലിക്വിഡേഷൻ എക്സ്പെൻസ് 2,000 കൂടെ ചേർത്തിട്ടാണ് ഇവർ ഈ 5,000 കാണിച്ചേക്കുന്നത്. അടുത്ത ലിക്വിഡേറ്ററിൻ്റെ റെമ്യൂണറേഷനാണ്. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര രൂപയുടെ അസറ്റാണോ റിയലൈസ് ചെയ്തേക്കുന്നത് അതിന് 2% റെമ്യൂണറേഷൻ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഈ ക്യാഷ് ഒരിക്കലും എടുക്കേണ്ട കാര്യമില്ല. ഇൻക്ലൂഡിങ് ക്യാഷ് എന്നെങ്ങാനും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ക്യാഷ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ലാൻഡ് 4,10,000, പ്ലാന്റ് 260, സ്റ്റോക്ക് 90, ഡെപ്റ്റർ 1,20,000, എല്ലാം കൂടെ കൂട്ടിയാൽ 8,80,000. അതിൻ്റെ 2% 17,600 രൂപ വരും. ദെൻ 3% ഓൺ അൺസെക്യൂർഡ് ക്രെഡിറ്റർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ പ്രോബ്ലത്തിൽ കാശ് തികയുമോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ലിക്വിഡേറ്റർ റെമ്യൂണറേഷൻ എഴുതി ജസ്റ്റ് ഈ 17,600 മാത്രം നിങ്ങൾ ഇന്നർ കോളത്തിലൊന്ന് എഴുതി വെക്കുക. നിങ്ങൾ ആ ഫോർമാറ്റിലായിരിക്കും പഠിച്ചേക്കുന്നത്, അതൊന്ന് എഴുതി വെക്കുക. അതിനുശേഷം സ്പേസ് വിട്ടിട്ട് അടുത്ത ഡിബഞ്ചറിനാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിബഞ്ചർ 1,00,000 രൂപയുണ്ട്. ഡിബഞ്ചറിന് സെപ്റ്റംബർ വരെയുള്ള ഇൻട്രസ്റ്റ് കൊടുക്കാനും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് നോട്ട് നോക്കാം. ഡിബഞ്ചറിൻ്റെ പേര് നോക്കുക, 12% ഡിബഞ്ചറാണ്, 1,00,000 രൂപയാണ്. അപ്പോൾ അവർ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് 1,00,000 ഇൻറ്റു 12/100, അതായത് 12% ഇൻറ്റു 6/12. കാരണം 6 മാസമല്ലേ ഉള്ളൂ. എവിടം തൊട്ട് എവിടം വരെയാണ്? ഏപ്രിൽ ടു നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഡ്യൂ ഫ്രം 1 ജാനുവരിയാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 31 മാർച്ച് ആയതുകൊണ്ട് ആൻസർ ചെയ്ത സമയത്ത് അവരുടെ അസംഷൻ വെച്ചാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. 1/4 1 ജാനുവരിക്ക് പകരം 1 ഏപ്രിൽ എന്നുള്ളതാണ് എന്ന് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴും അസംഷൻ ഇട്ട് തന്നെ ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് 1 ജാനുവരിയാണ്. പക്ഷേ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ തീരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ നോക്കിയാൽ മനസ്സിലാകും മാർച്ച് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് ഏപ്രിൽ ആയിരിക്കണം അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും 1 ഏപ്രിൽ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 31 മാർച്ചാണ് തന്നേക്കുന്നത്. നമുക്ക് 1 ജാനുവരി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ജാനുവരി എന്നുള്ള ഡേറ്റ് ഒരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് 1 ഏപ്രിൽ തൊട്ട് നമ്മൾ കണക്കാക്കുന്നു. 6 മാസം, അങ്ങനെ 6,000 രൂപയാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ 1,00,000 + 6,000 1,06,000. അതിനുശേഷം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ 40,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാൻ തികഞ്ഞാൽ നമ്മൾ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 40,000 ഇൻറ്റു 3/100 1,200 നമ്മുടെ റെമ്യൂണറേഷൻ. ദെൻ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ബാക്കി 2,60,000 വല്ലേ ഉള്ളൂ. അതായത് മൊത്തം 3,00,000 ആയിരുന്നു. അതിൽ നിന്ന് 40,000 പോയി കഴിഞ്ഞാൽ 260 നമ്മൾ എഴുതി. അവർക്ക് കൊടുത്താലും അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റെമ്യൂണറേഷൻ കണ്ടുപിടിക്കണം. 260 ഇൻറ്റു 3/100 7,800. അങ്ങനെ ഇത് 3 കൂടെ കൂട്ടുമ്പം ടോട്ടൽ റെമ്യൂണറേഷൻ 26,600 രൂപ നമ്മൾ കൊണ്ട് എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കാശുണ്ട് കയ്യിൽ. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 2,00,000 രൂപ കൂടെ കൊടുക്കുന്നു. ഇനി നമുക്ക് തികയില്ലാന്ന് ഏകദേശം ഉറപ്പായി. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. മിച്ചം കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് പ്രോബ്ലം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബി പാർട്ട് വരെയുള്ള ഭാഗം. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടുള്ളത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കീപ് വാച്ചിങ്. താങ്ക്